എന്ന് വിളിച്ചാതി കയറ്റി കളയും. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്നെ കാത്തു നരകം ഇരിപ്പുണ്ട്, നിന്നെ കാത്തു നരകം ഇരിപ്പുണ്ട്. സ്തോത്രം. നീ സ്നേഹിച്ചോണ്ട് കഴുത്തിറക്കാൻ പോയെങ്കിൽ നിന്നെ കാത്തു നരകം ഇരിപ്പുണ്ട്. ഉറപ്പ്, യാതൊരു സംശയം വേണ്ട, സംശയമൊന്നും വേണ്ട. ആമേൻ. മക്കളെ, ഭാരം തള്ളുന്നവന്റെ പുറകിൽ നിന്ന് എന്ത് ചെയ്യണം? അവരൊന്ന് തള്ളിക്കൊടുക്കണം. ഭാരം തള്ളുന്നവന്റെ അവൻ പുറകിൽ കയറ്റത്ത് ഭാരം തള്ളിക്കൊണ്ടിരിക്കുന്നവന്റെ കാലെ പിടിച്ച് വലിച്ചിരുന്നത് ശരിയാണോ? ദൈവം പൊറുക്കുവോ? ഭാരം തള്ളുന്നവന്റെ പുറകിൽ നിന്ന് എന്ത് ചെയ്തോണം? ഒന്ന് തള്ളിക്കൊടുത്തോണം. ആമേൻ. പണ്ടുള്ളവരെ ഒന്നിന്റെ കൂടെ ഒരു തള്ളുകൂടെ കൊടുക്കണമെന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ സാധൂർ സുന്ദർ സിംഗ് അവൻ സ്വന്തം ജനത്താൻ അവൻ സ്തോത്രം വിരോധപ്പെട്ടവനായി സ്തോത്രം കർത്താവിന്റെ സേവ ചെയ്യാൻ ഇറങ്ങിപ്പോയി. കടന്നുപോയിടത്തെല്ലാം സൗരഭ്യമായിരുന്നു, സൗരഭ്യവാസനയായിരുന്നു, ദൈവത്തെ അന്വേഷിച്ച ബുദ്ധിമാനായിരുന്നു സാധു സുന്ദർ സിംഗ്. സാധു എന്ന് പറഞ്ഞ വിളിപ്പേര, ബഹുമാനം. നമുക്കിവിടെ അവൻ കൊച്ചു കേരളത്തിൽ ഒരു ഉപദേശിയുണ്ട് ഇല്ലേ, സാധു എന്ന് വിളിപ്പേര്. ആരായിരുന്നു? സാധു കൊച്ചു കുഞ്ഞുപദേശി. അതൊരു ബഹുമാനം, സ്വർഗമിട്ട ബഹുമാന പേരാണ്. ആമേൻ. സ്തോത്രം സ്തോത്രം. സാധു സുന്ദർ സിംഗ് ഇന്ത്യയുടെ അപ്പോസ്തലൻ അന്നും ഇന്നും. അതിനുശേഷം ഒരു അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല, ഇന്ത്യക്കൊരു അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് നേപ്പാളിന്റെ തടവറയ്ക്കകത്ത് അവൻ തണുപ്പ്, മഞ്ഞ് അതായത് അവൻ സ്തോത്രം ഐസ് വീഴുന്ന മഞ്ഞ് -ഡിഗ്രിയുള്ള നേപ്പാളിന്റെ തടവറയ്ക്കകത്ത് യേശുക്രിസ്തുവിനെ പറഞ്ഞതുകൊണ്ട് അവർ അകത്തിട്ട് വസ്ത്രമെല്ലാം മാറ്റി ഒരു രാത്രി മൊത്തം ഇട്ട് തണുത്ത് മരവിച്ച് അവിടെ കിടന്ന് ചത്തുപോകട്ടെന്ന് സ്തോത്രം. പിറ്റേ പ്രഭാതത്തിൽ ചെന്നപ്പോ അവിടുത്തെ പട്ടാളക്കാർ നിന്ന നിപ്പിൽ അസ്തമിച്ചു പോയി. ഒരു കേടുമില്ലാതെ തുള്ളിച്ചാടി നിന്ന് ആരാധിക്കുന്നു. രാത്രി മുഴുവൻ പുറത്തൊക്കെ തണുപ്പായപ്പോൾ രാത്രി മുഴുവൻ അതിനകത്ത് എന്തായിരുന്നു? ചൂടായിരുന്നു. സ്തോത്രം. ആമേൻ. നേപ്പാൾ ഗവൺമെന്റ് സ്തോത്രം അദ്ദേഹത്തിന് വെറുതെ വിട്ടു കളഞ്ഞു. അദ്ദേഹം നടന്നു പോകുന്നത് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നടന്നു പോകുന്ന എത്ര ദുർഗന്ധം വമിക്കുന്നിടത്തോട് നടന്നു പോയാലും അവിടെ സൗരഭ്യം, നല്ല പൂക്കൾ വിരിയുന്ന മണമുണ്ടായിരുന്നു. അങ്ങനത്തെ സുവിശേഷന്മാരെയൊക്കെ കിട്ടാൻ പാടല്ലേ? ശരിയല്ലേ? ഇന്നങ്ങനത്തെ സുവിശേഷം പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രസംഗങ്ങളുടെ കല പറയൂ, ആളുകളെ തീ കത്തിക്കുന്ന ആ ഫയറും തീയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ നടന്നു പോകുമ്പോൾ സൗരഭ്യവാസന വരുത്തുന്നതൊന്നും ഇന്ന് കിട്ടാനില്ല. ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളതിനെ കൊതിയുന്നുണ്ടെങ്കിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ ആ തമ്മിൽപിടുത്തവും ബൂത്തുപിടുത്തവും ഒക്കെ നടത്തുന്ന, ഭരണപിടുത്തമൊക്കെ നടത്തുന്നവരെയൊക്കെ നമുക്ക് കാണാനുണ്ട്. അവരുടെ പ്രസംഗവേദികളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരെ സ്തോത്രം വലിയ ജനക്കൂട്ടം, അരവാരമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.